ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ശർക്കര മൈലാഞ്ചി അല്ലെങ്കിൽ ചായപ്പൊടി മൈലാഞ്ചി. നഖത്തിൻ്റെ മുകളിലിടുന്ന ഈ മൈലാഞ്ചി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5 രൂപയ്ക്ക് ഒരു ചെറിയ മൈലാഞ്ചി ട്യൂബ് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. നമ്മൾ നഖത്തിനിടുന്നതെന്ന് പറഞ്ഞിട്ട് അതിന് മൈലാഞ്ചിക്ക് ഈ ഒരു കളറാണ് ഉണ്ടാവാറ്. അപ്പോൾ അതേപോലത്തെ മൈലാഞ്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. നഖത്തിന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, കയ്യിൻ്റെ ഉള്ളിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു പീസ് ശർക്കരയാണ് കേട്ടോ. ഞാനിവിടെ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, കാരണം അത് തന്നെ ഒരുപാട് ഉണ്ടാവും. നഖത്തിന് മാത്രമല്ല ഇടുന്നുള്ളൂ, അതാക്കിയാൽ തന്നെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് ശർക്കര എടുക്കുക. കുറച്ച് കളറുള്ള ശർക്കര കിട്ടുകയാണെങ്കിൽ ഇതേപോലെ കളറുള്ളത് എടുക്കുക. ഇല്ല ബ്രൗൺ കളർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര എടുത്താൽ മതി. പഞ്ചസാര എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴേ കൂടുതൽ കളർ ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാനിപ്പോൾ ഈ ശർക്കരേൻ്റെ കൂടെ ചായപ്പൊടിയാണ് ഇടുന്നത്. ഈ ശർക്കര അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ഇടുന്നത് മൈലാഞ്ചിക്ക് കുറച്ചും കൂടി ഒന്ന് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചായപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കാപ്പിപ്പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ ഒരു ടിന്ന് വേണം. ഞാനിവിടെ പ്രോട്ടീൻ ബിസ്ക്കറ്റിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പെയിൻ്റ് അടിക്കുന്നൊക്കെ ടിന്നുണ്ടല്ലോ, കുറച്ചുകൂടി വലിപ്പമൊക്കെ ഉള്ള, കുറച്ചുകൂടി ഉയരമൊക്കെ ഉള്ള ടിന്ന്. അപ്പോൾ അങ്ങനത്തെ ടിന്ന് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ടിന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു പ്രോട്ടീൻ്റെ ബിസ്ക്കറ്റിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്നത് ഏത് ടിന്നാണെങ്കിലും അത് നമ്മുടെ ഗ്യാസിന് ഫിറ്റാണോ എന്ന് നോക്കണം. ഗ്യാസിൻ്റെ മുകളിൽ നമ്മളിത് ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്യാസിന് കറക്റ്റ് ഫിറ്റായിട്ടുള്ള ടിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ ടിന്നിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഉയരമുള്ള ടിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റീൽ ഗ്ലാസ് ഇറക്കി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് ഉയരം കുറഞ്ഞ ടിന്നായതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിന് പകരം ചെറിയൊരു ബൗളാണ് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, ഈ ടിന്നിൻ്റെ എല്ലാ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ സൈഡിൽ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ, നടുവിൽ ഇട്ട് കൊടുക്കരുത്. കാരണം നമുക്ക് നടുവിലാണ് ആ ചെറിയ ബൗൾ ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റീലിൻ്റെ ഒക്കെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് നിൽക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ നടുവിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഗ്യാസിൽ വെക്കാൻ വേണ്ടി പോവാണ്. ഇതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ആകുകയാണെങ്കിൽ ശർക്കര പെട്ടെന്ന് തന്നെ ഉരുകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാം. ഇനി ഇതിൽ മുകളിലേക്ക് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഈ ശർക്കര ഉരുകിയിട്ട് ഇതിൻ്റെ ആവി മുകളിലേക്ക് വരും. അത് ഈ പാത്രത്തിൽ തട്ടിയിട്ട് ഉറ്റി വീഴുമല്ലോ താഴേക്ക് തന്നെ. ആ വീഴുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന ആ ചെറിയ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് വീഴും. എന്നിട്ട് ശർക്കരയുടെ ഒരു നീരായിട്ട് കിട്ടും. ഈ നീരാണ് നമ്മൾ മൈലാഞ്ചി ആക്കി മാറ്റുന്നത്. മുകളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഏകദേശം ഇത്ര വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, അതൊന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആവി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആവി പുറത്തേക്ക് പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് പുറത്തേക്ക് പോകരുത്, കുറച്ചൊക്കെ പോയാൽ കുഴപ്പമൊന്നുമില്ല. കുറേ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ നീര് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാതെ ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ പാത്രം വെച്ച് കൊടുക്കുക. ഇതിലിപ്പോൾ തിളയൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 10 മിനിറ്റേ വെക്കുന്നുള്ളൂ. അപ്പം തന്നെ അത്യാവശ്യത്തിനുള്ള മൈലാഞ്ചിക്കുള്ള നീര് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റൊക്കെ ഈ തിളയൊക്കെ വരുന്ന ടൈം വരെയൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അധികമൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ടൈം വെക്കാം. ഞാനിവിടെ ജസ്റ്റ് ഈ തിള വരുന്ന ടൈമിൽ തന്നെ ഇതെടുത്ത് മാറ്റാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ വെച്ചിരുന്ന ആ ചെറിയ പാത്രത്തിൽ ഇതേപോലെ തന്നെ ആവി ഉറ്റി വീണിട്ട് ഒരുപാട് നീരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ നീരെടുത്തിട്ടാണ് നമ്മൾ ഇനി മൈലാഞ്ചി ആക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ പാത്രം ഉണ്ടല്ലോ അത് കുറച്ച് ചൂടോടുകൂടി തന്നെ പുറത്തേക്ക് എടുക്കുക. കൈയൊന്നും പൊള്ളരുത്, സൂക്ഷിച്ചിട്ട് എടുക്കുക. നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ശർക്കര ഉറക്കുമല്ലോ, ഉറക്കുന്ന ടൈമിൽ ഈ പാത്രം കൂടി അതിൻ്റെ കൂടെ ഉറച്ച് പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ചൂടോട് കൂടി തന്നെ ഈ പാത്രം കൂടി അതിൽ നിന്ന് നമുക്ക് മാറ്റാവുന്നതാണ്. ഈ പാത്രത്തിൻ്റെ താഴെയൊക്കെ ശർക്കരേൻ്റെ ഒക്കെ ഇത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലീനാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അത് ജസ്റ്റ് വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ അത് ക്ലീനായിട്ട് കിട്ടും കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ പാത്രം വീണ്ടും യൂസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ശർക്കരയുടെ നീരിലേക്ക് ഇതേപോലെ മൈദപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ ഇടാൻ പറ്റുന്ന പാകത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസ് ആവാതെയും ഒരുപാട് ടൈറ്റ് ആവാതെയും ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ചെറിയ സ്പൂണോ കോലോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനി ഇത് ഈ സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് തന്നെയാണ് ഞാൻ കയ്യിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഈർക്കിളിയുടെ കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കയ്യിലിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ മോളുടെ കയ്യിലിടുന്നതൊന്ന് ജസ്റ്റ് കാണിക്കാം. ഇതേപോലെ നഖത്തിന് മാത്രമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇനി ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. അത് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടാകും. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നമുക്കിത് അയക്കാം. അയക്കുന്ന സമയത്ത് ഒരു ഓറഞ്ച് കളറിലാണ് കാണുക. കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചോത്ത് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മോളാകെ അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് തന്നെ അത്യാവശ്യം നന്നായിട്ട് ചോത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് ചോത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണ് ഇത്. ജസ്റ്റ് അരമണിക്കൂർ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ, ഒരു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കൊന്നും കേടൊന്നും ആവില്ല, ഒരു മാസം വരെ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.